At my slightest movement, the snake would strike me. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish, and stupid doctor. I forgot my danger and smiled feebly at myself. At my slightest movement, slightest എന്ന വളരെ നേരിയ, എൻ്റെ ചെറിയ ചലനത്തിൽ, the snake would strike me. പാമ്പ് എന്നെ ആക്രമിക്കും. ഞാനൊന്ന് അനങ്ങിയാൽ പാമ്പെന്നെ ആക്രമിക്കും. ഡെത്ത് ലേർക്ക്ഡ്, ലേർക്ക്ഡ് മീൻസ് പതിയിരിക്കുക, മരണം പതിയിരുന്നു. 4 inches away, 4 ഇഞ്ച് ദൂരത്ത്. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ മരിക്കും. പാമ്പ് അദ്ദേഹത്തിൻ്റെ 4 ഇഞ്ച് അപ്പുറത്താണ് നിൽക്കുന്നത്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, ഇനി പാമ്പെങ്ങാനും കടിച്ചാൽ, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്, ഞാൻ എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? ദർ വർ നോ മെഡിസിൻസ് ഇൻ ദ റൂം, റൂമിൽ ഒരു മരുന്നുമില്ല. ഐ വാസ് ബട്ട് എ പുവർ, ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. പുവർ മീൻസ് പാവപ്പെട്ട, ഫൂളിഷ് എന്നാലും സ്റ്റുപ്പിഡ് എന്നാലും വിഡ്ഢിയായ എന്നാണ് അർത്ഥം. ഞാനൊരു പാവപ്പെട്ട വിഡ്ഢിയായ ഡോക്ടറാണ്. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ, ഞാൻ എൻ്റെ അപകടത്തെ മറന്നു. ആൻഡ് സ്മൈൽ ഫീബ്ലി, ഫീബ്ലി മീൻസ് വളരെ ദുർബലമായി ഞാൻ ചിരിച്ചു. അറ്റ് മൈ സെൽഫ്, സ്വയം. ഞാൻ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ചിരിച്ചു ഇരുന്നു. ഇവിടെ ഞാൻ എൻ്റെ അപകടമൊക്കെ മറന്നുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചിരുന്നത്. ഇറ്റ് സീംഡ് അസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. The snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara, or wearing a vermilion spot on its forehead? It seemed as if God appreciated that. ദൈവം അത്, അപ്രീഷിയേറ്റഡ് മീൻസ് വിലമതിക്കുക. ഇവിടെ ദൈവം അത് വിലമതിച്ചതുപോലെ തോന്നി. ദ സ്നേക്ക് ടേൺ ഇറ്റ്സ് ഹെഡ്, പാമ്പ് അതിൻ്റെ തല തിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, അത് കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ, അതിൻ്റെ പ്രതിബിംബം കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം, ഞാൻ അവകാശപ്പെടുന്നില്ല. ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക്, അത് ആദ്യത്തെ പാമ്പാണ്. ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ, കണ്ണാടിയിലേക്ക് നോക്കിയ ആദ്യത്തെ പാമ്പാണ് അത് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൺ, പക്ഷെ ഉറപ്പാണ്. ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ, പാമ്പ് കണ്ണാടിയിലേക്കാണ് നോക്കുന്നത് എന്ന് തീർച്ചയാണ്, ഉറപ്പാണ്. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, അത് അതിൻ്റെ സ്വന്തം ബ്യൂട്ടി, സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, അതൊരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയായിരുന്നോ? എബൌട്ട് ഗ്രോയിങ് എ മസ്താഷ്, ഒരു മീശ വളർത്തുന്നതിനെ കുറിച്ച്. ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര, മസ്കാര മീൻസ് കൺമഷി. ഐ ഷാഡോ എന്നാൽ സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന കൺമഷി പോലത്തെ ഒരു വസ്തുവാണ്. കൺമഷിയും അതുപോലെ ഐ ഷാഡോ ഇതൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയാണോ? ഓർ വിയറിങ് എ വെർമിലിയൻ സ്പോട്ട്, വെർമിലിയൻ സ്പോട്ട് മീൻസ് സിന്ദൂരപ്പൊട്ട്, പൊട്ട് അണിയണമെന്ന തീരുമാനമെടുക്കാനും. ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, അതിൻ്റെ നെറ്റിയിൽ. അപ്പം അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ പാമ്പ് അതിൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണോ? മീശ വളർത്തുക, അതുപോലെ കൺമഷി, ഐ ഷാഡോ, സിന്ദൂരപ്പൊട്ട്,
ഇതൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കുകയാണോ പാമ്പ് എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. I did not know anything for certain. What sex was the snake? Was it male or female? I will never know, for the snake unwound itself from my arm and slowly slithered into my lap. From there it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at closer quarters. I did not know. എനിക്കറിയൂല. എനിത്തിങ് ഫോർ സർട്ടൺ, ഒന്നും ഉറപ്പിച്ചറിയില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്, ആ സ്നേക്കിൻ്റെ പാമ്പിൻ്റെ ലിംഗം ഏതായിരുന്നു. വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ, അത് ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്നൊന്നും എനിക്ക് ഉറപ്പിച്ചറിയില്ല. ഐ വിൽ നെവർ നോ, ഞാൻ ഒരിക്കലും അറിയില്ല. ഫോർ ദ സ്നേക്ക്, കാരണം പാമ്പ് അൺവൗണ്ട് ഇറ്റ്സെൽഫ്, അത് സ്വയം ചുരുളഴിച്ചു. ഫ്രം മൈ ആം, എൻ്റെ കയ്യിൽ നിന്നും. ആൻഡ് സ്ലോലി സ്ലിതേർഡ്, അത് പതുക്കെ തെന്നി നീങ്ങി. ഇൻ ടു മൈ ലാപ്പ്, എൻ്റെ മടിത്തട്ടിലേക്ക്. ഫ്രം ദർ, അവിടെ നിന്നും. ഇറ്റ് ക്രെപ്റ്റ്, അത് ഇഴഞ്ഞു. ഓൺ ടു ദ ടേബിൾ, ടേബിളിലേക്ക്. ആൻഡ് മൂവ്ഡ്, എന്നിട്ട് അത് നീങ്ങി. ടുവാർഡ്സ് ദ മിറർ, കണ്ണാടിക്ക് നേരെ, കണ്ണാടിയുടെ നേരെ അത് നീങ്ങി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ്, ഒരു പക്ഷേ അത് ആഗ്രഹിച്ചു. ടു എൻജോയ്, ആസ്വദിക്കാൻ. ഇറ്റ്സ് റിഫ്ലക്ഷൻ, അതിൻ്റെ പ്രതിബിംബം. അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്, വളരെ അടുത്ത സ്ഥലത്ത് നിന്നും, അടുത്ത് പോയി തൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെന്ന് അതൊരു പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quietly went out through the door into the veranda. From there, I leapt into the yard and ran for all I was worth. I was no mere image cut in granite. Mere means വെറും. ഞാൻ ഗ്രാനൈറ്റിനാൽ കട്ട് ചെയ്യപ്പെട്ട വെറും രൂപം മാത്രമായിരുന്നില്ല. അതുവരെ അദ്ദേഹം ഒരു കൽപ്രതിമ പോലെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാമ്പ് അവിടെ നിന്നും പോയപ്പോൾ, കയ്യിൽ നിന്നും ചുരുളയിച്ച് പോയപ്പോൾ അദ്ദേഹം പറയണം, ഐ വാസ് സഡൻലി, ഞാൻ പെട്ടെന്നായിരുന്നു എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, രക്തവും മാംസവും നിറഞ്ഞ ഒരു മനുഷ്യനായി. സ്റ്റിൽ ഹോൾഡിങ്, അപ്പോഴും പിടിച്ചുകൊണ്ട്, മൈ ബ്രത്ത്, എൻ്റെ ശ്വാസം പിടിച്ചുകൊണ്ട്, അതായത് ഒച്ചണ്ടാക്കാതെ. ഐ ഗോട്ട് അപ്പ്, ഞാൻ എണീറ്റു. ഫ്രം ദ ചെയർ, കസേരയിൽ നിന്നും. ഐ ക്വയറ്റ്ലി വെൻ, ഞാൻ ശാന്തമായി പോയി. ഔട്ട്, പുറത്തേക്ക്. ത്രൂ ദ ഡോർ, വാതിലിലൂടെ. ഇൻ ടു ദ വരാന്ത, വരാന്തയിലേക്ക് പോയി. ഫ്രം ദർ, അവിടെ നിന്നും. ഐ ലെഫ്റ്റ്, ഞാൻ ചാടി. ഇൻ ടു ദ യാർഡ്, മുറ്റത്തേക്ക്. ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്, എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ഓടി. ഫ്യൂ, each of us heaved a sigh of relief. All of us lit beadies. Somebody asked, Doctor, is your wife very fat? No, the doctor said, God will otherwise. My life companion is a thin, reedy person with the gift of a sprinter. Phew. Each of us heaved. Heaved means പുറത്ത് വിട്ടു. A sigh, നെടുവീർപ്പ്. ഓഫ് റിലീഫ്, ആശ്വാസത്തിൻ്റെ. ഞങ്ങളിൽ ഓരോരുത്തരും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് പുറത്ത് വിട്ടു. അതാണ് ഫ്യൂന്ന്, ആ ഒരു ശബ്ദമാണ്, നെടുവീർപ്പ് പുറത്ത് വിടുന്ന ശബ്ദമാണ്. ഓൾ ഓഫ് അസ്, ഞങ്ങളെല്ലാവരും ലിറ്റ് ബീഡീസ്, ബീഡികൾ കത്തിച്ചു. സംബഡി ആസ്ക്ഡ്, ആരോ ചോദിച്ചു, ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? ഡോക്ടറെ, നിങ്ങളെ വൈഫ് തടിച്ചിയാണോ? നോ, ദ ഡോക്ടർ സെഡ്, ഡോക്ടർ പറഞ്ഞു, അല്ല. ഗോഡ് വിൽ അതർവൈസ്, ദൈവം മറ്റൊന്നാണ് ആഗ്രഹിച്ചത്. മൈ ലൈഫ് കമ്പാനിയൻ, എൻ്റെ ജീവിത പങ്കാളി, അതായത് ഭാര്യ. ഈ സാകുന്നുയത്തിൻ, മെലിഞ്ഞ. റീഡി, റീഡി പറഞ്ഞാലും മെലിഞ്ഞ, കമ്പി പോലോത്ത. പേഴ്സൺ, ആൾ. വിത്ത് എ ഗിഫ്റ്റ്, കഴിവോടുകൂടി. ഓഫ് എ സ്പ്രിൻറ്റർ, സ്പ്രിൻറ്റർ മീൻസ് അതിവേഗ ഓട്ടക്കാരൻ. നല്ല ഓടാൻ കഴിയുന്ന മെലിഞ്ഞ ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ. Someone else asked, Doctor, when you ran, did the snake follow you? The doctor replied, I ran and ran till I reached a friend's house. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. The next morning at about 8:30,
I took my friend and one or two others to my room to move my things from there. But we found we had little to carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. Someone else asked. മറ്റാരോ ചോദിച്ചു, ഡോക്ടർ, വെൻ യു റാൻ, നിങ്ങൾ ഓടിയപ്പോൾ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു, പാമ്പ് നിങ്ങളെ പിന്തുടർന്നോ? ദ ഡോക്ടർ റിപ്ലൈഡ്, ഡോക്ടർ മറുപടി പറഞ്ഞു, ഐ റാൻ ആൻഡ് റാൻ, ഞാൻ ഓടി ടിൽ ഐ റീച്ചഡ്, ഞാൻ എത്തുന്നത് വരെ എ ഫ്രണ്ട്സ് ഹൗസ്, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, ഐ സ്മിയർഡ്, ഞാൻ പുരട്ടി, ഓയിൽ, എണ്ണ, ഓൾ ഓവർ മൈ സെൽഫ്, എൻ്റെ ബോഡി മുഴുവനും, ആൻഡ് ടുക്ക് എ ബാത്ത്, എന്നിട്ട് കുളിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്, ഞാൻ പുതിയ വസ്ത്രങ്ങളിലേക്ക് മാറി, അതായത് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത പ്രഭാതം, അറ്റ് അബൌട്ട് 8:30, 8:30 ഐ ടൂക്ക് മൈ ഫ്രണ്ട് ആൻഡ് വൺ ഓർ ടു അതേഴ്സ്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും ഒന്നോ രണ്ടോ മറ്റു ആളുകളെയും കൊണ്ടുപോയി ടു മൈ റൂം, എൻ്റെ റൂമിലേക്ക്. ടു മൂവ്, എന്തിനാണ് ടു മൂവ്? മൂവ് പറഞ്ഞാൽ നീക്കുക എന്നാണ്, എടുക്കാൻ. മൈ തിങ്സ് ഫ്രം ദർ, എൻ്റെ വസ്തുക്കൾ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് വി ഫൗണ്ട്, പക്ഷേ ഞങ്ങൾ കണ്ടെത്തി, വി ഹാഡ് ലിറ്റിൽ ടു കേരി, ഞങ്ങൾക്ക് കേരി മീൻസ് വഹിക്കുക, ചുമക്കുക, ഞങ്ങൾക്ക് ചുമക്കാൻ ഒന്നുമില്ല എന്ന് ഞങ്ങൾ കണ്ടെത്തി. സം തീഫ് ഹാഡ് റിമൂവ്ഡ്, കുറച്ച് കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. റിമൂവ് മീൻസ് നീക്കുക, കൊണ്ടുപോവുക. മോസ്റ്റ് ഓഫ് മൈ തിങ്സ്, എൻ്റെ അധിക വസ്തുക്കളും. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്, റൂം നന്നായി ക്ലീനാക്കപ്പെട്ടിട്ടുണ്ട്, വൃത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നോട്ട് റിയലി, തികച്ചും അങ്ങനെയല്ല, മുഴുവനായിട്ടും ക്ലീനാക്കപ്പെട്ടിട്ടില്ല. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ്, ആ കള്ളൻ ഒരു സാധനം, ഒരു വസ്തു മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് മീൻസ് ഉപേക്ഷിക്കുക, ബാക്കിയാക്കുക. ആസ് എ ഫൈനൽ ഇൻസൾട്ട്, ഒരു അവസാന പരിഹാസമായിട്ട്. വാട്ട് വാസ് ദാറ്റ്, ഐ ആസ്ക്ഡ്. ദ ഡോക്ടർ സെഡ്, മൈ വസ് ദ ഡേർട്ടി വൺ. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്. The rascal could have taken it and used it after washing it with soap and water. Did you see the snake the next day, doctor? The doctor laughed. I have never seen it since. It was a snake which was taken with its own beauty. What was that? അതെന്തായിരുന്നു? I asked, ഞാൻ ചോദിച്ചു. The doctor said, ഡോക്ടർ പറഞ്ഞു, my vest, എൻ്റെ ബനിയൻ, the dirty one, അഴുക്ക് നിറഞ്ഞ ഒന്ന്. ദ ഫെലോ ഹാഡ്, ആ വ്യക്തിക്ക്, ആ കള്ളനുണ്ടായിരുന്നു, സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്, വൃത്തിയുടെ ബോധം, നല്ല വൃത്തിബോധമുള്ള ഒരാളായിരുന്നു ആ കള്ളൻ. ദ റാസ്കൾ, റാസ്കൾ മീൻസ് നമ്മൾ തെണ്ടി എന്നൊക്കെ പറയും. ദ റാസ്കൾ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ്, ആ തെണ്ടിക്ക് അത് എടുക്കാമായിരുന്നു. ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ്, കഴുകിയ ശേഷം അത് ഉപയോഗിക്കാമായിരുന്നു. വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, വെള്ളവും സോപ്പും ഉപയോഗിച്ച് അത് അലക്കിയിട്ട് അവന് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ, ഡോക്ടർ? അടുത്ത ദിവസം നിങ്ങൾ ആ പാമ്പിനെ കണ്ടോ? ദ ഡോക്ടർ ലാഫ്ഡ്, ഡോക്ടർ ചിരിച്ചു. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്, പിന്നീട് ഞാൻ അതിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക്, അതൊരു പാമ്പായിരുന്നു. വിച്ച് വാസ് ടൈക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, അത് അതിൻ്റെ സ്വന്തം ഭംഗിയിൽ ആകൃഷ്ടനായ ഒരു പാമ്പായിരുന്നു.